എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഒരുപാട് ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നൊരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ. ഉദ്ദേശം എന്താണ്? ഡിഗ്രി ലെവൽ പ്രിലിംസ് വരികയാണ്, അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് വരികയാണ്. ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ ഫെമിലറൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച ഫാക്ട്സും അതുപോലെ തന്നെ GKയും അതുപോലെ ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ ഈ പറഞ്ഞ കറണ്ട് അഫെയർസിൻ്റെ ഒക്കെ നോളജ് ബേസ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലോജിക് ആ സമയത്ത് നമുക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിന് പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്യണം. അതിന് വഴിയൊരുക്കുന്നൊരു സെഷനാണിത്. അപ്പോൾ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇത് ജോഗ്രഫിയായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇതിൻ്റെ ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറുത്ത മണ്ണ്, പരുത്തി മണ്ണ്, റിഗർ മണ്ണ് എന്നിങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് കോട്ടൺ സോയിൽ അഥവാ റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന മണ്ണാണ് എന്ന് പറയുന്നത്. 2, ഈർപ്പം സംരക്ഷിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് എന്ന് പറയുന്നു. ഈർപ്പം സംരക്ഷിക്കാൻ ബ്ലാക്ക് സോയിലിന് വളരെയധികം ശേഷി കുറവാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കണ്ടുവരുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണ്. ഡക്കാൻ പ്ലാറ്റ്യൂവിലാണ് ഇന്ത്യയിൽ കറുത്ത മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ കറുത്ത മണ്ണ് വ്യാപകമായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണെന്ന് പറഞ്ഞു. ജില്ലാ വൈസ് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കറുത്ത മണ്ണ് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ നോക്കാം. കറുത്ത മണ്ണ്, പരുത്തി മണ്ണ്, റീഗർ മണ്ണ് എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈർപ്പം സംരക്ഷിക്കാനുള്ള കഴിവ് വളരെ കുറവാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കണ്ടുവരുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ കറുത്ത മണ്ണ് വ്യാപകമായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് എന്ന് പറയുന്നു. അപ്പം കുറച്ച് ഫാക്ച്വലാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒന്നുകൂടെ നോക്കാം. കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, പരുത്തി മണ്ണ്. പരുത്തിക്ക് ഫേവറബിൾ ആയിട്ടുള്ള മണ്ണാണോ ഇത്? കോട്ടൺ കൾട്ടിവേഷന് ഫേവറബിൾ ആയിട്ടുള്ള മണ്ണാണോ ഈ കറുത്ത മണ്ണെന്ന് പറയുന്നത്? റിഗർ മണ്ണ് എന്ന് പറയുന്നത് ഈ കറുത്ത മണ്ണ് തന്നെയാണോ? ശരിയാണല്ലേ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇത് കോമൺലി ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഈർപ്പം സംരക്ഷിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അങ്ങനെയാണോ? ഈർപ്പം സംരക്ഷിക്കാനുള്ള കഴിവ് കറുത്ത മണ്ണിന് കൂടുതലാണോ കുറവാണോ? കൂടുതലല്ലേ. ഈർപ്പം സംരക്ഷിക്കാനുള്ള കഴിവ് കറുത്ത മണ്ണിന് കൂടുതലാണ്, കുറവല്ല. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണല്ലേ. 3, ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണെന്ന് പറയുന്നത്. ഡക്കാൻ പ്ലാറ്റ്യൂ. അപ്പോൾ ശരിയാണോ? ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് വ്യാപകമായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരാണോ? തെറ്റല്ലേ. അതേതാ? പാലക്കാട് ജില്ലയല്ലേ. പാലക്കാട് ജില്ലയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വരിക? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റിഗർ മണ്ണ്, കറുത്ത മണ്ണ്, അതുപോലെ തന്നെ പരുത്തി മണ്ണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈർപ്പം സംരക്ഷിക്കാനുള്ള കഴിവ് കറുത്ത മണ്ണിന് കൂടുതലാണ്. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണ്. ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈർപ്പം സംരക്ഷിക്കാനുള്ള കഴിവ് കുറവാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുപോലെ തന്നെ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? 1, 3 ആണ് ശരി, 2, 4 തെറ്റാണ് അല്ലേ. 1, 3 ആണ് ശരി. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നാണ് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.